സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും സന്തോഷവാർത്ത. വാർത്തകൾ വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2025-26 സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 7 അവതരിപ്പിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന 4ാമത്തെ പൂർണ്ണ ബജറ്റാണിത്. ജനുവരി 17 നിയമസഭ ചേരുന്നത്. ബജറ്റ് അവതരണത്തിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു ഗഡുവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡുവും നൽകാനാണ് KN ബാലഗോപാലിന്റെ നീക്കമെന്നാണ് അറിയുന്നത്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു നൽകാൻ 572 കോടിയോളം വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ. 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 തുല്യ ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരുന്നത്. ഇതിൽ 3 ഗഡുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നായിരുന്നു ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തന്റെ ബജറ്റ് അവതരണത്തിന് മുമ്പ് നടപ്പിലാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്നാണ് അറിയുന്നത്. ജനുവരി 17 ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും. നയപ്രഖ്യാപനത്തിന് ശേഷം നന്ദിപ്രമേയ ചർച്ചകൾക്ക് ശേഷം 23 പിരിയുന്ന സഭ ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി ഫെബ്രുവരി 7 വീണ്ടും ചേരും. ഫെബ്രുവരി 7 മുമ്പ് ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം നടത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ജനുവരി മാസത്തെ പെൻഷൻ ജനുവരി 20 ശേഷം വിതരണം ചെയ്യും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.